അപ്പം എന്താ ഒരു ചായ കുടിച്ചിട്ടങ്ങ് തുടങ്ങിയാലോ. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ ട്രിവാൻഡ്രത്ത് പോയ 2 ദിവസം നിന്ന് കുറച്ച് ക്ലിപ്സ് ആട്ടോ ആഡ് ചെയ്തിരിക്കണേ. അപ്പോൾ ഞങ്ങൾ ഇത്തവണത്തെ ട്രിപ്പിൻ്റെ മെയിൻ ഉദ്ദേശം തന്നെ ഭക്തിമാർഗ്ഗമാണ്. കുറച്ച് അമ്പലങ്ങൾ പോകണം, അതാണ് മെയിൻ ഉദ്ദേശം. അപ്പം ഞങ്ങൾ ആറ്റുകാലും പത്മനാഭസ്വാമി ക്ഷേത്രവും പഴവങ്ങാടിയും അങ്ങനെയുള്ള കുറച്ച് അമ്പലങ്ങളാട്ടോ പോയത്. അപ്പം ഞാൻ ഈ ആറ്റുകാലിലൊക്കെ ആദ്യം വരുന്നത് എൻ്റെ കസിൻ ചേച്ചി കല്യാണം കഴിഞ്ഞ് ട്രിവാൻഡ്രത്ത് വന്ന സമയം തൊട്ടാണ്. ഞങ്ങൾ പൊങ്കാലയ്ക്ക് കൂടാൻ തുടങ്ങിയതും ആ ഒരു സമയം തൊട്ടാണ്. എനിക്ക് തോന്നുന്നു ഞാനൊരു 10th എങ്ങാണ്ട് പഠിക്കുന്ന സമയം തൊട്ടാണ്. അത് അവിടെ തൊട്ട് കുറേ നാൾ കണ്ടിന്യൂസ് ആയിട്ട് വരുമായിരുന്നു. പിന്നീട് കൊറോണയൊക്കെ വന്നു കഴിഞ്ഞപ്പോഴാണ് അതങ്ങ് സ്റ്റോപ്പായി. പിന്നെ കല്യാണം അങ്ങനെയൊക്കെ ആയിട്ട് അതങ്ങ് സ്റ്റോപ്പായതാണ്. അതുപോലെ തന്നെ ട്രിവാൻഡ്രത്ത് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്തും ആണ് പിന്നീട് അമ്പലങ്ങൾ വന്നിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഞാൻ വന്നിട്ട് ഇപ്പോൾ 10 വർഷത്തിൽ കൂടുതലെങ്ങാണ്ടായി തോന്നുന്നു. കാരണം അപ്പോഴെങ്ങാണ്ടാണ് ലാസ്റ്റായിട്ട് ഞാൻ അവിടെ കയറിയത്. പിന്നീട് അങ്ങോട്ട് പിന്നെ അങ്ങോട്ട് പോകാൻ പറ്റിയിട്ടില്ല. ട്രിവാൻഡ്രത്ത് വരുമെങ്കിലും വേറെ എന്തെങ്കിലുമൊക്കെ ആവശ്യത്തിന് വരും പോവും. പിന്നെ ഞാൻ ട്രിവാൻഡ്രത്ത് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ലുലു മോളോ അങ്ങനെ വേറെ കാര്യങ്ങളൊന്നുമില്ല. ആകെ അവിടെ ഒരു ബിഗ് ബസാറുണ്ട്, പിന്നെ ഈ അമ്പലങ്ങളാണ് ഉള്ളത്. പിന്നെ എന്തെങ്കിലുമൊക്കെ കനകക്കുന്ന് പാലസിൻ്റെ അവിടെയൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാംസ് നടക്കുമ്പോൾ പോയാലായി. അല്ലാണ്ട് അങ്ങനെ പരിപാടികളൊന്നും അല്ലെങ്കിൽ പോകാൻ പറ്റിയ സ്ഥലങ്ങളൊന്നും വീക്കെൻഡ്സ് ഉണ്ടായിരുന്നില്ല. ഒന്നില്ലെങ്കിൽ വീട്ടിൽ പോരും, അല്ലെങ്കിൽ ഹോസ്റ്റലിൽ തന്നെ ഇരിക്കും, അല്ലെങ്കിൽ അമ്പലങ്ങളിൽ പോവും. അതാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാനിങ്ങനെ പഴയ ഓർമ്മകളൊക്കെ ഇങ്ങനെ അയവിറക്കി ഇങ്ങനെ നടക്കുമായിരുന്നു. അപ്പം നമുക്ക് അടുത്ത വീഡിയോ കാണാവേ. ബൈ ബൈ.